ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 248 വാല്യം 6. ഈശോ സിക്കോമിനോണിലേക്ക് പോകുന്നു. നല്ല സൂര്യപ്രകാശമുള്ള ശാന്തമായ പ്രഭാതം. പടിഞ്ഞാറ് സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് നിരന്നു കിടക്കുന്ന കുന്നുകൾ കയറുന്ന അപ്പസ്തോലന്മാർക്ക് അതൊരു സഹായം. അതിരാവിലെ ഈ പർവ്വതത്തിലേക്ക് വന്നത് നന്നായി. സമതലത്തിലെ ചൂട് എത്ര ബുദ്ധിമുട്ടുളവാക്കുന്നു. അവിടെ നല്ല തണലും തണുപ്പുമുണ്ട്. റോമാക്കാരുടെ റോഡിൽ കൂടെ പോകുന്നവരോട് എനിക്ക് സഹതാപമുണ്ട്. ശീതകാലത്ത് ആ വഴി നല്ലതാണ് എന്ന് മാത്യു പറയുന്നു. ഈ കുന്നുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ കടലിൽ നിന്ന് വരുന്ന കാറ്റ് കിട്ടും. അത് അന്തരീക്ഷത്തിലെ ചൂട് ശമിപ്പിക്കും. ഈശോ പറയുന്നു, കുന്നിൻ മുകളിൽ വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. കഴിഞ്ഞ ദിവസം അത് മനോഹരമായിരുന്നു. ഈ സ്ഥലത്ത് അത് കുറെ കൂടെ മനോഹരമായിരിക്കും. കാരണം നമ്മൾ കർമ്മലമലയോടും കടലിനോടും കുറെ കൂടെ അടുത്തായി. അൽഫേയുസിന്റെ മകൻ ജെയിംസ് കൂട്ടിച്ചേർത്തു. നമ്മുടെ പിതൃഭൂമി യഥാർത്ഥത്തിൽ മനോഹരമാണ്. ആൻഡ്രൂ വിസ്മയത്തോടെ പറഞ്ഞു. അതെ, ഇവിടെ എല്ലാം ഉണ്ട്. മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ, ആനന്ദപ്രദമായ കുന്നുകൾ, തടാകങ്ങൾ, നദികൾ, നാനാതരത്തിലുള്ള വൃക്ഷങ്ങൾ, പിന്നെ കടലും. വാസ്തവത്തിൽ ഇത് മനോഹരമായ രാജ്യമാണ്. സങ്കീർത്തകന്മാർ, പ്രവാചകന്മാർ, മഹാന്മാരായ യോദ്ധാക്കൾ, കവികൾ എന്നിവരാൽ സുപ്രസിദ്ധമായ നാട്. തദേവോസ് പറയുന്നു. നിനക്ക് കവിതകൾ അറിയാമല്ലോ. ഏതെങ്കിലും വർണ്ണനകൾ ആവർത്തിക്കാമോ? സെബദീപുത്രൻ ജെയിംസ് ചോദിക്കുന്നു. പറുദീസയുടെ മനോഹാരിതയോടുകൂടെ യൂദാസിനുള്ള ഭൂമി അവൻ രൂപപ്പെടുത്തി. അവന്റെ ദൂതന്മാരുടെ പുഞ്ചിരിയോടെ നപ്താലിക്കുള്ള നാട് അലങ്കരിച്ചു. സ്വർഗീയമായ മധു ഒഴുകുന്ന നദികൾ കൊണ്ട് നാട്ടിലെ ഫലങ്ങളെ രുചിപ്രദമാക്കി. സൃഷ്ടി മുഴുവൻ നിന്നിൽ പ്രതിബിംബിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ ജനങ്ങൾക്ക് കൊടുത്ത ദൈവത്തിന്റെ രത്നമാണ് നീ. ഓ അനുഗ്രഹീത നാടേ, നിന്റെ സൗന്ദര്യം നിന്റെ മക്കളുടെ ഹൃദയങ്ങൾക്കുള്ളതാണ്. അത് നിന്റെ മലമ്പ്രദേശങ്ങളിൽ വിളയുന്ന മുന്തിരിപ്പഴത്തേക്കാൾ മാധുര്യമേറിയതും നിന്റെ പെണ്ണാടുകളുടെ അകിടിനെ നിറയ്ക്കുന്ന പാലിനേക്കാൾ രുചിപ്രദവും നിന്നെ അലങ്കരിക്കുന്ന പുഷ്പങ്ങളുടെ സ്വാദോടു കൂടിയ തേനിനേക്കാൾ ലഹരി പിടിപ്പിക്കുന്നതുമാണ്. നിന്റെ പച്ച നിറമുള്ള വസ്ത്രങ്ങൾക്ക് ഒരു ഇടക്കെട്ടും രത്നങ്ങളാകുന്ന നിങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു പതക്കവുമായി ആകാശം ഒരു നദി പോലെ താണിറങ്ങുന്നു. യോർദാൻ സംഗീതം ആലപിക്കുന്നു. സമുദ്രങ്ങളിൽ ഒന്ന് പുഞ്ചിരി തൂകുന്നു. മറ്റേത് ദൈവത്തിന്റെ അപാര ശക്തിയെ അനുസ്മരിപ്പിക്കുന്നു. പുൽത്തകിടികളിൽ സന്തോഷത്തോടെ നൃത്തമാടുന്ന പെൺകുട്ടികളെ പോലെയാണ് സന്ധ്യാവേളകളിൽ കുന്നുകൾ ആഹ്ലാദം പകരുന്നത്. മാലാഖമാരെ പോലെ പ്രകാശം വീശുന്ന പ്രഭാതങ്ങളിൽ ഉദയസൂര്യന്റെ ശുഷ്കാന്തിയോടെ നിന്റെ പർവ്വതങ്ങൾ ഹല്ലേലൂയ പാടി നിന്നെ സ്തുതിക്കുന്നു. നക്ഷത്രങ്ങളോടൊത്ത് നിന്നെ ആരാധിക്കുന്നു. അത്യുന്നത കർത്താവായ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ ഇടുങ്ങിയ അതിർത്തികളിൽ അടച്ചില്ല. എന്നാൽ ലോകം ഞങ്ങളുടേതാണെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതിന് തുറസായ സമുദ്രം ഞങ്ങൾക്ക് തന്നു. സുന്ദരം, യഥാർത്ഥത്തിൽ സുന്ദരം. ഞാൻ തടാകവും ജെറുസലേമും മാത്രമേ വർഷങ്ങളായി കണ്ടിട്ടുള്ളൂ. വേറൊന്നും കണ്ടിട്ടില്ല. പലസ്തീന മാത്രം എനിക്ക് പരിചിതമാണ്. എങ്കിലും ലോകത്തിൽ ഇത്രയും സുന്ദരമായ ഒരു നാടില്ല എന്ന് എനിക്ക് തീർച്ചയുണ്ട്. ദേശാഭിമാനം നിറഞ്ഞ് പത്രോസ് പറയുന്നു. നൈൽ നദീ തടവും മനോഹരമാണെന്ന് മേരി എന്നോട് പറയുമായിരുന്നു. ജോൺ പറഞ്ഞു. എൻഡോറിലെ മനുഷ്യന്റെ സംസാരം കേട്ടാൽ സൈപ്രസ് ആണ് ലോകത്തിലേക്കും മനോഹരമായ സ്ഥലം എന്ന് തോന്നുന്നു. പറുദീസയാണ് അത് എന്ന് അയാൾ പറയുന്നു. സൈമൺ അഭിപ്രായപ്പെട്ടു. ഏയ്, നമ്മുടെ നാട്. കറിയോത്തുകാരനും തോമസും ഈശോയോടൊപ്പം അല്പം മുമ്പെയാണ് നടക്കുന്നത്. അവർ ഒഴികെ എല്ലാ അപ്പസ്തോലന്മാരും പാലസ്തീനായുടെ മനോഹാരിതയെ പുകഴ്ത്തി നടക്കുന്നു. സ്ത്രീകൾ ഏറ്റവും പിന്നിലാണ്. വഴിയിൽ കാണുന്ന പൂക്കളുടെ അരി തങ്ങളുടെ തോട്ടങ്ങളിൽ പാകുന്നതിന് അവർ ശേഖരിക്കുകയാണ്. കാരണം പുഷ്പങ്ങൾ അത്ര മനോഹരം. അവരുടെ യാത്രയുടെ ഓർമ്മയുമാകും. കുറെ കഴുകന്മാർ കടൽ കഴുകന്മാരാണെന്ന് തോന്നുന്നു. കുന്നുകൾക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു.
ഇടയ്ക്കിടെ ഇരയെടുക്കാൻ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങുന്നുണ്ട്. അവയിൽ 2 തമ്മിൽ ശണ്ട. ആകാശത്തിൽ ഘോര യുദ്ധം. ഓരോ ആക്രമണത്തിലും 2ന്റെയും തൂവലുകൾ പറഞ്ഞു പോകുന്നുണ്ട്. കാണാൻ നല്ല രസം. അവസാനം പരാജയപ്പെട്ട കഴുകൻ പറന്നകലുന്നു. ഒരുപക്ഷെ അകലെയുള്ള ഒരു കുന്നിൻ മുകളിൽ വീണ് ചാകാൻ പോകുകയായിരിക്കാം. ഏതായാലും വളരെ പ്രയാസപ്പെട്ടുള്ള അതിൻ്റെ പറക്കൽ കണ്ടിട്ട് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുക. അത്യാഗ്രഹം കൊണ്ട് അതിന് ഒരു നന്മയും ഉണ്ടായില്ല, തോമസ് അഭിപ്രായപ്പെട്ടു. അത്യാഗ്രഹവും ദുർവാശിയും എപ്പോഴും ആകുലതയ്ക്ക് കാരണമാകുന്നു. ഇന്നലത്തെ 3 പേരെ പോലെ. ഓ നിത്യമായ കാരുണ്യമേ, എത്ര ഭീകരമായ വിധി! മാത്യു പറയുന്നു. അവർ ഒരിക്കലും സുഖപ്പെടുകയില്ലേ? ആൻഡ്രുവിൻ്റെ ചോദ്യം. ഗുരുവിനോട് ചോദിക്കൂ. ഈശോയോട് ചോദിച്ചപ്പോൾ ലഭിച്ച ഉത്തരം അവർ മാനസാന്തരപ്പെടുമോ എന്നുള്ള ചോദ്യമായിരുന്നു. മെച്ചമായ ചോദ്യം. കാരണം ഞാൻ ഗൗരവമായി പറയുന്നു, ആരോഗ്യമുള്ള പാപിയായി മരിക്കുന്നതിനേക്കാൾ നന്ന് കുഷ്ഠരോഗമുള്ളൊരു വിശുദ്ധനായി മരിക്കുന്നതാണ്. കുഷ്ഠം ഭൂമിയിൽ അവസാനിക്കും, കുഴിമാടത്തിൽ തങ്ങും, പാപം കാലാകാലത്തോളം നിലനിൽക്കും. ഇന്നലെ രാത്രിയിൽ നീ ചെയ്ത പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, തീഷ്ണൻ പറയുന്നു. നേരെ മറിച്ച് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇസ്രായേലിലെ അനേകം പേർക്ക് അത് വളരെ കഠിനമായി പോയി എന്ന് തോന്നും, കറിയത്തുകാരൻ പറയുന്നു. നീ അവരിൽ ഒരുവനാണോ? അല്ല ഗുരുവേ. കൊള്ളാം. എന്നാൽ പിന്നെ നിനക്കെന്താ ഇത്ര വിഷമം? കാരണം നിനക്ക് അത് ഉപദ്രവമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഉപദ്രവം ഉണ്ടാകാതിരിക്കുവാനായി ഞാൻ പാപികളുമായി ഒത്തുതീർപ്പുണ്ടാക്കി അവർക്ക് കൂട്ടാളിയാകണമോ? അത് ഞാൻ പറയുന്നില്ല. അത് ചെയ്യാൻ നിനക്ക് സാധ്യമല്ല. എന്നാൽ നിശബ്ദമായിരിക്കാമല്ലോ. ശക്തരെ അകറ്റരുതേ. മൗനം സമ്മതം നൽകലാണ്. സാധാരണക്കാരായാലും ശക്തരായാലും ആരുടെയും പാപത്തിന് ഞാൻ സമ്മതം നൽകുകയില്ല. സ്നാപകന് സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. അവന്റെ മഹത്വം. അവന്റെ മഹത്വമോ? അവന്റെ നാശമെന്ന് ഞാൻ പറയും. കൃത്യനിർവഹണ നിമിത്തം പീഡനവും മരണവും ലഭിക്കുന്നത് മനുഷ്യന് മഹത്വമാണ്. ഒരു രക്തസാക്ഷി എപ്പോഴും മഹത്വപൂർണനാണ്. എന്നാൽ സ്നാപകൻ അവന്റെ മരണം നിമിത്തം ഗുരുവായി തുടരുന്നതിൽ നിന്ന് സ്വയം തടയപ്പെട്ടു. അവന്റെ ശിഷ്യരെയും ബന്ധുക്കളെയും ദുഃഖിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ എല്ലാവിധ വേദനകളിൽ നിന്നും സ്വയം മോചിപ്പിച്ചു, എന്നാൽ മറ്റുള്ളവരെ അതീവ ദുഃഖത്തിലാഴ്ത്തി. സ്നാപകന് ബന്ധുക്കൾ ആരുമില്ലെന്നുള്ളത് സത്യം, പക്ഷേ അവന് സ്വന്തം ശിഷ്യരോട് കടമയുണ്ടായിരുന്നു. അവന് ബന്ധുക്കളുണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ മാത്രമേ സംഭവിക്കുമായിരുന്നുള്ളൂ. ദൈവവിളിയാണ് രക്തത്തേക്കാൾ പ്രധാനം. 4-ാം പ്രമാണത്തെക്കുറിച്ച് എന്തു പറയുന്നു? ദൈവത്തെ സംബന്ധിച്ചുള്ളവ കഴിഞ്ഞാണ് അവ വരുന്നത്. ഒരമ്മയ്ക്ക് അവളുടെ മകന് വേണ്ടി എങ്ങനെ സഹിക്കുവാൻ കഴിയുമെന്ന് ഇന്നലെ നീ കണ്ടു. അമ്മേ, ഇങ്ങോട്ടൊന്നു വരൂ. മാതാവ് ഈശോയുടെ അടുക്കിലേക്ക് വേഗത്തിൽ ചെന്ന് ചോദിക്കുന്നു, മകനെ എന്തു വേണം? അമ്മേ, കറിയോത്തുകാരൻ യൂദ നിനക്ക് വേണ്ടി വാദിക്കുന്നു. അയാൾ നിന്നെയും എന്നെയും സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടിയോ? എന്തിനെക്കുറിച്ച്? നമ്മുടെ ബന്ധുവായ സ്നാപകനെ പോലെ സഹിക്കാനിടയാകാതിരിക്കാൻ ഞാൻ കുറെ കൂടെ വിവേകമുള്ളവനായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നോട് പറയുന്നു, അമ്മമാരോട് കരുണയായിരിക്കുവാൻ പുത്രന്മാർ അവരെ തന്നെ കൊല്ലരുതെന്ന്. കാരണം അതാണ് 4-ാം പ്രമാണം ആവശ്യപ്പെടുന്നത്. അമ്മ എന്തു പറയുന്നു? അമ്മ ദയവായി യൂദാസിനെ ഒന്ന് പഠിപ്പിക്കൂ. എൻ്റെ മകൻ അവൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടാൽ, മാനുഷിക പരിഗണനകൾക്ക് അവൻ വിധേയനാകുന്നു എന്ന് കണ്ടാൽ, സ്വഭാവാതീതമായ ലക്ഷ്യങ്ങൾ വിട്ടുപോകുന്നു എന്ന് മനസ്സിലായാൽ, എൻ്റെ മകനെ ദൈവമായി സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ എനിക്ക് തെറ്റ് പറ്റിപ്പോയോ എന്ന് സംശയിക്കുവാൻ തുടങ്ങും. അവൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഞാൻ വഞ്ചിക്കപ്പെട്ടോ എന്ന് സന്ദേഹിക്കും. അവൻ്റെ ദൗത്യം മനുഷ്യരക്ഷയാണ്. മനുഷ്യരെ രക്ഷിക്കുന്നത് അവരുടെ തന്നെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടിയാകുന്നു. അതിനു വിലയായി പീഡനങ്ങളും സഹനങ്ങളും വിദ്വേഷവും സഹിക്കേണ്ടി വരും.
ഒരു ദുഷ്ടാരൂപിയാൽ അവൻ വഴിതെറ്റിക്കപ്പെടുന്നു എന്ന് കാണാനിടയായാൽ അപ്പോഴും ഞാൻ അവനെ സ്നേഹിക്കും. എന്നാൽ ദയമൂലമുള്ള സ്നേഹമായിരിക്കും. കാരണം അവൻ ഒരു ദുരിതത്തിൽ വീണ സാധു. എന്നാൽ ഞാൻ ഇപ്പോൾ അവനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ സ്നേഹിക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ അവൻ കർത്താവിനോട് വിശ്വസ്തനാണ്. അവനോട് തന്നെ എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? കർത്താവിനോട് വിശ്വസ്തത. ഇപ്പോൾ അവൻ കർത്താവിന്റെ മിശിഹായാണ്. മറ്റെല്ലാവരെയുംകാൾ കൂടുതലായും കർത്താവിനോട് വിശ്വസ്തത പുലർത്തേണ്ടവനാണ്. അവന്റെ ദൗത്യം ഇതേവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാളും ഇപ്പോഴുള്ളവയേക്കാളും ഇനി ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഇത്ര വലിയ ദൗത്യ നിർവഹണത്തിന് തീർച്ചയായും വേണ്ടത്ര സഹായം അവന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അവന് എന്തെങ്കിലും സംഭവിച്ചാൽ നീ കരയുകയില്ലേ? എൻ്റെ കണ്ണീര് മുഴുവനും പൊഴിക്കും. എന്നാൽ അവന് ദൈവത്തോട് വിശ്വസ്തതയില്ലെന്ന് കാണുകയാണെങ്കിൽ ഞാൻ രക്തക്കണ്ണീരായിരിക്കും പൊഴിക്കുക. അത് അവനെ പീഡിപ്പിക്കുന്നവരുടെ കുറ്റത്തെ ലഘൂകരിക്കും. എങ്ങനെ? കാരണം നീയും അവനും അവരെ നീതീകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ വിചാരിക്കരുത്. അതൊഴിവാക്കാൻ നിവൃത്തിയില്ലാത്തത് ആണെന്ന് നമ്മൾ വിധിച്ചാലും ഒരു ഇസ്രായേൽക്കാരനും കുറ്റക്കാരനല്ലെന്ന് നമ്മൾ വിധിച്ചാലും ദൈവത്തിന് മുമ്പിൽ അവരുടെ പാപങ്ങൾ എപ്പോഴും ഒരുപോലെ തന്നെ. ഇസ്രായേൽക്കാരനോ വിജാതീയനോ അങ്ങനെയല്ലേ? അല്ല, അങ്ങനെയായിരിക്കുവാൻ പാടില്ല. വിജാതീയൻ അവന്റെ സഹോദരന്റെ മുമ്പിൽ മാത്രമേ കുറ്റക്കാരനാകുന്നുള്ളൂ. ഈശോ ആരാണെന്ന് ഇസ്രായേൽക്കാർക്ക് അറിയാം. ഇസ്രായേലിൽ പലർക്കും അറിഞ്ഞുകൂടാ. അവർക്ക് അറിയാൻ ആഗ്രഹമില്ല. വിശ്വസിക്കുവാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉപവിക്ക് വിരുദ്ധമായി അവർ വിശ്വാസരാഹിത്യം വർദ്ധിപ്പിക്കുന്നു, വിശ്വാസം നിരസിക്കുന്നു. പ്രധാനപ്പെട്ട 3 പുണ്യങ്ങളെ ചവിട്ടി മെതിക്കുന്നത് അത്ര ചെറിയ പാപമല്ല യൂദാസേ, ഘനമായ പാപമാണ്. എൻ്റെ മകനെതിരായിട്ടുള്ള ഭൗമിക പ്രവർത്തനങ്ങൾ ആത്മീയമായി ഗൗരവമുള്ളവയാണ്. വാദത്തിൽ യൂദാസ് പിന്നോക്കം പോയതിനാൽ ചെരുപ്പിന്റെ വള്ളി കെട്ടാൻ കുനിയുകയും പിറകോട്ട് മാറുകയും ചെയ്യുന്നു. അവർ ആ കുന്നിന്റെ നെറുകയിലെത്തി. മനോഹരമായ നീലക്കടലിലേക്ക് ഓടിയിറങ്ങാൻ കൊതിച്ച് മുന്നോട്ടാഞ്ഞു നിൽക്കുന്ന ഒരു മേൽത്തട്ടാണ് കുന്നെന്ന് പറയാം. ഓക്കുവൃക്ഷ നിബിഡമായ വനത്തിനിടയിൽ കൂടെ മരതകപ്രകാശം അരിച്ചിറങ്ങുന്ന സൂര്യരശ്മി സൂചി പോലെ നേർത്തതാണ്. പർവ്വതശിഖരം അടുത്തുള്ള കടലിലേക്ക് കർമ്മല മലനിരകൾക്കെതിരായി നീണ്ടുകിടക്കുന്നു. പറക്കാൻ ഒരുങ്ങിയെന്ന പോലെ തള്ളി നിൽക്കുന്ന പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഒരു വയൽ കഴിഞ്ഞ് വെള്ളച്ചാട്ടമുള്ള ഒരു ഇടുങ്ങിയ താഴ്വര. വെള്ളപ്പൊക്കകാലത്ത് തീർച്ചയായും അത് സാഹസികത നിറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ ഒരു വെള്ളിരേഖ പോലെ ചെറുതായിരിക്കുന്നു. ഈ നദി കർമ്മലമലയുടെ ചുവട്ടിലൂടെ കടലിലേക്ക് ഒഴുകുകയാണ്. നദിയുടെ വലത്തെ കരയിൽ ഒരു റോഡ് കാണുന്നു. കടൽ തീരത്തെ ഒരു പട്ടണത്തെ ഉൾനാട്ടിലുള്ള മറ്റു പട്ടണങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ആ റോഡാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇത് സമരിയ പ്രദേശമാകുന്നു. ആ പട്ടണം സിക്കാമിനോനാണ്. രാത്രി അല്പം ഇരുട്ടി നമ്മൾ അവിടെ എത്തും. നമുക്ക് അല്പം വിശ്രമിക്കാം. ദൂരം കുറവ്, കുളിർമയുള്ള അന്തരീക്ഷം. എങ്കിലും ഇറക്കം ബുദ്ധിമുട്ടുള്ളതാണ്, ഈശോ പറയുന്നു. അത്താഴത്തിനായി ഒരു ആട്ടിൻകുട്ടിയെ ഗ്രാമീണ രീതിയിൽ വറുക്കുന്നുണ്ട്. എല്ലാവരും വട്ടത്തിൽ കൂടിയിരുന്ന് സ്ത്രീകളോട് സംസാരിക്കുന്നു. ആട്ടിൻകുട്ടി തീർച്ചയായും ഇടയന്മാരുടെ സമ്മാനമാണ്.